അശ്വതിയോ? പിന്നെ ഞാൻ ഇന്നലെ ഒരു തമാശ കാണിച്ചാണേ. ബില്ലുണ്ടെന്നേ. പക്ഷെ അശ്വതി തമാശയായിട്ട് എടുത്തിട്ടില്ല. ഞാൻ കാര്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ എന്തൊക്കെ തമാശ കാണിക്കുക. കലാസമിതിയിൽ എത്തിയാ പിന്നെ പിള്ളേര് മുഴുവൻ ഒരു ചുറ്റി ഇങ്ങനെ കൂടുക. ശ്രീധരേട്ടാ, എന്തെങ്കിലും ഒരു തമാശ പറയൂ, ഒരു തമാശ പറയൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ബില്ല് ഉണ്ടെന്നപ്പോ ഞാൻ ചിരിച്ചേനെ. അതെ, ഇനി കളിയും തമാശയും ഒന്നും വേണ്ട. നന്നായിട്ട് പഠിക്കുക, ഗ്രാജുവേറ്റ് ആകുക. കുഞ്ഞമ്മാവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. കുഞ്ഞമ്മാവന്റെ ആഗ്രഹം? അതെന്താ ആഗ്രഹ? അത് അല്ല, അശ്വതിക്കുട്ടിയെ ഗ്രാജുവേറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹേ. അശ്വതിക്കുട്ടി, ഇനിയെങ്കിലും ഞങ്ങളെ അന്യരായിട്ട് കാണരുത്. എന്തൊക്കെ സൗകര്യം വേണമെന്ന് വെച്ചാ ധൈര്യമായിട്ട് ചോദിക്കുക. ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം വേണമെന്ന് വെച്ചാ കഴിക്കുക. തടിയൊക്കെ ഒന്നാവട്ടെ. ചൈനീസ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മിടുക്കനെന്ന് അപ്പോയിന്റ് ചെയ്തിരിക്കുക. അല്ല, ഇനിയിപ്പോ അശ്വതി കുട്ടിക്ക് കാശ് തരാൻ നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരുക്കുന്നില്ല. പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചാൽ മതി. അല്ല സാർ, കാര്യം തുടങ്ങാറായില്ലേ? ഇല്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. എന്റെ ഫ്രണ്ട്സാ. അശ്വതിക്ക് അറിയില്ലല്ലോ, ഞാൻ നല്ലൊരു വോളിബോൾ പ്ലെയറാ. കുഞ്ഞമ്മോന്റെ മോളാ. കോളേജിൽ ഗ്രാജുവേറ്റ് പഠിക്കുക, അമേരിക്കന്നേ. അശ്വതി, കളിച്ചിട്ട് പോവാം. വേറെ കുറച്ച് തിരക്കണ്ടേ? പോവാന്നേ. പോടാ. റോഡിലേക്ക് എത്തിയോ? എന്താ ശ്രീരേട്ടൻ പോരട്ടോ? നല്ലൊരു അയ്യോ